വർഗീയത വെടിയുക, മനുഷ്യനാകുക. ഇവിടെ കംപ്ലീറ്റ് അരിവാൾ ചുറ്റിക. നോക്കി, സഖാവ് പിണറായി വിജയന് വോട്ട് ചെയ്യുക. ബ്രോ, എല്ലായിടത്തും പിണറായി വിജയൻ. യഥാർത്ഥ കേരള സ്റ്റോറി. എല്ലായിടത്തും നമുക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം തൂങ്ങിക്കിടക്കുന്നത് കാണാം. കണക്ക് പുറത്തുനിന്ന് പറയുമോ എന്നുള്ളതാണ് എന്റെ പേര്. ഗോഡ് ഫാദർ പറഞ്ഞ കാര്യമാണ്. നമ്മള് പിണറായിലേക്ക് പോവാണ്. പിണറായി എലക്ഷൻ ചൂടാണ്, എലക്ഷൻ പ്രചരണങ്ങളാണ്. നമ്മൾ പിണറായിക്ക് പോകുന്നു, പിണറായി വിജയനുമായിട്ട് നമ്മുടെ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മളതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പോഡ്കാസ്റ്റ്, നമ്മുടെ സഖാവ്, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള പോഡ്കാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ, അതിനുവേണ്ടി ഞങ്ങൾ പോയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ശരിക്കും ഇന്നത്തെ ഒരു വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വണ്ടിയിലേക്ക് എക്യുപ്മെന്റ്സ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി ഇപ്പോൾ എൻ്റെ സഞ്ചരിക്കുന്ന സ്റ്റുഡിയോയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് മിസ്റ്റർ, ഹലോ, ദിസ് ഈസ് മിസ്റ്റർ അനുഷ് ഭട്ട്, ഞങ്ങളുടെ ക്യാമറമാൻ ആൻഡ് ഓൾ ഇൻ ഓൾ. ദിസ് ഈസ് എൻ്റെ അമ്മാവിൻ്റെ മകൻ മിസ്റ്റർ സുധീഷ്, ഞങ്ങളുടെ ഓൾ ഇൻ ഓൾ. അപ്പോൾ ഇത് എന്താണ്, ഇത് എന്തൊക്കെയാണ് ഇത്? 3 സ്റ്റാൻഡ് ഉണ്ട്, പിന്നെ ക്യാമറയുടെ സ്റ്റാൻഡ് ഉണ്ട്, പിന്നെ 3 ലൈറ്റ് ഉണ്ട്, പിന്നെ 3 ക്യാമറ ഉണ്ട്. ഇപ്രാവശ്യം 3 ക്യാമറ ഉണ്ട്. നമ്മൾ പതുക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ പതുക്കെ വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളാണ്. അല്ല, നമ്മൾ ഇന്ന് പോയിട്ട് നാളെ വരത്തില്ലേ? നിങ്ങൾ ഈ ബാഗിനകത്ത് എന്ത് ഇരിക്കുന്നേ? ലൈറ്റ് ഉണ്ട്. ഓ, ലൈറ്റും ഉണ്ട്. ഇതൊക്കെ ശരി. അവിടെ ചെന്നിട്ട് മൈക്ക് വർക്ക് ചെയ്യാണ്ടിരിക്കരുത് കേട്ടോ. മൈക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. എല്ലാം എക്സ്ട്രാ ഉണ്ട്. ഫുൾ കരുതലാണ്. നമ്മൾ മൊത്തം കരുതലാണ്. LDF ഒരു കരുതലാണെന്നല്ലേ പറയുന്നേ, അല്ലേ? അപ്പൊ നമ്മളും കാര്യമായിട്ട് തന്നെ കരുതിയിട്ടുണ്ട് എല്ലാം. ഈ ബാഗ് ഏതായത് നമ്മുടെ ഉണ്ടായിരുന്നാണോ? നിങ്ങളുടെ ലൈറ്റിന്റെ ബാഗ് അതിലൊക്കെ. അപ്പൊ നമുക്ക് പിണറായി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഞാൻ ആക്ച്വലി ശ്രീലങ്കയിൽ നിന്ന് ഇപ്പൊ വന്നതേ ഉള്ളൂ. വന്നിട്ട് 1 മണിക്കൂർ ഒന്ന് കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ച് ഇറങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് പിണറായി പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് വൈകിട്ട് ഇവിടെ നിന്നുള്ള ട്രെയിനുകളൊക്കെ ഉണ്ട്. ട്രെയിനുകൾ പക്ഷേ എന്താ പറയുക, ടിക്കറ്റ് ഒന്നും അവൈലബിൾ അല്ല. ഞങ്ങൾ നോക്കിയായിരുന്നു. പിന്നെ ഈ സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ട്രെയിനിലോട്ട് കയറ്റിക്കൊണ്ട് പോകാനും നടപടിയാവില്ല. അപ്പോൾ വി തോട്ട് ഓഫ് ഡ്രൈവിങ്. അപ്പോൾ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ റോഡ് കണ്ടീഷൻ വെച്ചിട്ട് കണ്ണൂർ തലശ്ശേരി വരെ എത്തണമെങ്കിൽ 6-7 മണിക്കൂർ എടുക്കും. പിന്നെ അവിടെ നിന്ന് പിണറായി പോകണമെങ്കിൽ 1/2 മണിക്കൂർ. അപ്പോൾ നാളെ രാവിലെ 10 മണിക്കാണ് നമുക്ക് ഷൂട്ടിങ്ങിനുള്ള ടൈം തന്നിരിക്കുന്നത്. ഓൾറെഡി ധാരാളം TV ചാനലുകളൊക്കെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ യൂട്യൂബിൽ പോഡ്കാസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഗംഭീര റൈഡും പരിപാടികളൊക്കെയാണ്. സുധീഷ്, നീ വണ്ടി ഓടിക്കാൻ പഠിച്ചടാ? ഓടിക്കോ? എനിക്ക് ഉറക്കം വന്നാൽ നീ ഓടിക്കോ? ശരിക്കും ഇവിടെ പൊന്നാനി വരെ ഇവരെ കൊണ്ട് ഓടിപ്പിക്കാം അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഓടിക്കാം. പൊന്നാനി കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡാ. സാരമില്ല, പോട്ടെ. പൊന്നാനി വരെ ഇവനെ ഓടിച്ചാൽ ചിലപ്പോൾ നമ്മൾ രാത്രിയാവും എത്താൻ. അങ്ങനെ പഠിച്ചു വരുന്നല്ലേ ഉള്ളു പാവം. ഇന്നത്തെ സുധീഷ പൊന്നാനി റോഡ് എന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാം എന്താ റോഡിന്റെ അവസ്ഥ. നമ്മുടെ റോഡാണ്. മലബാറിലുള്ള റോഡൊക്കെ അടിപൊളിയായി ഇല്ലേ? ഇവിടത്തെ റോഡാണ്, ഇവിടത്തെ റോഡിന്റെ പണിയാണ് ഇതുവരെ തീരാത്തത്. ഗൈസ്, എല്ലായിടത്തും ഫ്ലെക്സ് ആണ് ഗൈസ്. മറ്റാരുണ്ട്? LDF അല്ലാതെ. അതാണ് എല്ലായിടത്തും ഉള്ളത്. നമ്മളിപ്പോ എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഗുരുവായൂര് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ സമ്മിശ്ര വഴികളായിരുന്നു. പലയിടത്തും വഴി വർക്ക് കണക്കാണ്. എന്നാലും വർക്ക് നടക്കുന്ന സമയങ്ങളിലൊന്നും സ്ഥലങ്ങളിലൊന്നും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊന്നും ടാർ ചെയ്തിട്ടിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്ക് സുഖമായിട്ട് പോകുമായിരുന്നു. അതൊന്നും നടക്കുന്നില്ല, ഇവിടെ നടന്നിട്ടില്ല ഗൈസ്. അങ്ങനെ നമ്മൾ പൊന്നാനി എത്തിയിരിക്കുകയാണ്. സമയം 4:30. പൊന്നാനിയിൽ നമ്മുടെ ഫാസിൽ ബ്രോന്റെ വീട്ടിൽ പോവാണ്. ഫാസിൽ ബ്രോന്റെ വീട്ടിൽ ഫാസിൽ ബ്രോൻ അമ്മ പെരുന്നാളൊക്കെ ആയതുകൊണ്ട്, പെരുന്നാളുടെ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നത്, പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ പോയി ബിരിയാണിയൊക്കെ അടിച്ചിട്ടായിരിക്കും ഇനിയിപ്പോൾ ഫർദർ നമ്മൾ തലശ്ശേരിയിലേക്കുള്ള യാത്ര. ഇന്ന് തലശ്ശേരിയിലാണ് നമ്മൾ നിൽക്കുന്നത്. തലശ്ശേരിയിൽ നിന്നാണ് നമുക്ക് പിണറായി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തിരിഞ്ഞു പോകണ്ട. ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. പിണറായി എന്ന് പറഞ്ഞ സ്ഥലം, പിണറായി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. നിങ്ങൾ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്, വഴി കൂടി പോയിട്ടുണ്ട്. ഞാൻ ഇതുവരെ തലശ്ശേരി വഴിയൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ പിണറായി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് പിണറായി. ഈ ഫാസിൽ ബ്രോന്റെ വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഫുൾ കല്ലും മുള്ളും നിറഞ്ഞ വഴികളാണ് ഗൈസ്. പൊട്ടിപ്പൊളിഞ്ഞ വഴിയാണ് ഗൈസ്. പക്ഷെ പുള്ള വീടിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു കീട്ടിലെ ലൊക്കേഷനാട്ടോ. നല്ല അടിപൊളി. ഞാൻ കഴിഞ്ഞാണ്ട് വന്നപ്പോഴത്തേക്കും ഡ്രോണൊക്കെ പറത്തി വീഡിയോ എടുത്തായിരുന്നു. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഇത്തവണ പറത്താൻ ഡ്രോൺ ഇല്ല ഗൈസ്. ഓ ഗൈസ്, അതാ വരുന്നുണ്ട് ഗൈസ്. മുണ്ടൊക്കെ എടുത്ത് ഓ ഗൈസ്, അതാ വരുന്നു ചിക്കൻ ബിരിയാണി. അതേ ചിക്കൻ ബിരിയാണി കഴിക്കില്ല, അതായത് ഹീസ് വെജിറ്റേറിയൻ. യെസ്, പുള്ളി പൂജാരിയാണ്. പൂജാരി ബിരിയാണി കഴിക്കില്ല, ചിക്കൻ കഴിക്കില്ല.
നമ്മൾ കഴിക്കും, നമ്മളെന്തും പോകും. ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി, ഇദ്ദേഹത്തിന് ചോറ്, സാമ്പാർ, പിന്നെ എന്തൊക്കെയോ കാര്യമായിട്ട് വരുന്നുണ്ട്. സാമ്പാർ ഇനി വേറെ എന്തൊക്കെയോ ഉണ്ട്, പറഞ്ഞായിരുന്നു. ഗംഭീര ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണി, പിന്നെ ചോറ്, കറി, സാമ്പാർ, ചിക്കൻ കറി, അല്ല ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, അങ്ങനെ ഗംഭീര സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു ഗംഭീര ഫുഡ് നമ്മൾ വൈകിട്ട് 5 മണിക്ക് കഴിച്ചല്ലേ? വൈകിട്ട് 5 മണിക്ക് കഴിച്ചു. അപ്പോൾ പിന്നെ പൊന്നാനി തന്നെ അങ്ങോട്ട് എറണാകുളം കോഴിക്കോടേക്ക് വളരെ നല്ല റോഡാണെന്നാണ് അറിയാൻ സാധിച്ചത്. യെസ്, അപ്പോൾ വി ആർ ഗോയിങ് ടു കോഴിക്കോട് വഴി തലശ്ശേരി. ഗൈസ്, അങ്ങനെ നമ്മൾ ടോള് കൊടുക്കാൻ റെഡി ആയിരിക്കുകയാണ്. നമ്മളങ്ങനെ പൊന്നാനിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഉള്ള മനോഹരമായ പാതയിലൂടെ ടോളൊക്കെ കൊടുത്ത് സൺസെറ്റ് ഒക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഈ ടോൾ പ്ലാസകൾ നോക്കൂ, തിരക്കുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരക്കുണ്ട്. പണി കഴിഞ്ഞില്ലെങ്കിലും ടോളൊക്കെ വാങ്ങുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും നല്ല റോഡല്ലേ ഇവിടെയൊക്കെ. റോഡ് ഭയങ്കര ബെനിഫിറ്റ് അല്ലേ, അടിപൊളി റോഡല്ലേ. നിങ്ങൾ മലബാറുകാര് ഭയങ്കര ഭാഗ്യവാന്മാരാണ് ഗൈസ്. ഞങ്ങള് പാവം തിരുവനന്തപുരം മുതൽ ഗുരുവായൂർ, അല്ല പൊന്നാനി വരെയുള്ള ആൾക്കാർ ഇതുവരെ റോഡ് പണി ദുരിതത്തിൽ നിന്ന് രക്ഷ നേടിയിട്ടില്ല. പക്ഷെ പൊന്നാനി മുതൽ അങ്ങോട്ടേക്കുള്ള ആളുകളൊക്കെ കുറെയൊക്കെ രക്ഷ നേടിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഫാസ്റ്റ് ആയിട്ട് ഇവരുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നോക്കൂ, ഇതെന്താണ് പ്രോസീഡ്. ഇനി ചില്ല പുള്ളിയെ നോക്കുന്നുണ്ട് അവിടെ. മനുഷ്യൻ വന്ന് വണ്ടി എടുത്തിട്ട് എന്റെ ബാക്ക് കൊണ്ട് തെങ്ങലടിച്ച, എന്റെ വണ്ടി കൊണ്ട് തെങ്ങലടിപ്പിച്ച് ഗൈസ്. ടോളിന്റെ ബ്ലോക്കാണത്. ഞങ്ങള് പാലക്കാടല്ല, സോറി, കോഴിക്കോട് ഡെക്കാത്തലോണ്ട് അവിടെ എത്തി. ഇവിടെ ടോൾ പ്ലാസ ഉണ്ട്. ടോൾ പ്ലാസയുടെ ബ്ലോക്ക് ആണോ എന്താണെന്നറിയില്ല, ഇവിടെ മൊത്തം ബ്ലോക്കാണ് ഗൈസ്. ചേട്ടൻ ഇവിടെ ലൈൻ തെറ്റിച്ച് വന്നതാണ് ചേട്ടൻ. ഞങ്ങളല്ലേ ആയില്ലേ, സൂപ്പറല്ലേ? ഇവിടെ മൊത്തം ടോൾ പ്ലാസയിലെ ബ്ലോക്കാണ്. അപ്പോൾ ഇവിടെ ചേട്ടന് ക്യൂ ഒന്നും ബാധകമല്ല. ഇതാണ് ചേട്ടൻ്റെ വണ്ടി. ടാക്സി ചേട്ടനാ പാവം. പുറകിലൊരു ആംബുലൻസ് ഉണ്ട്, അതിന് പോകാൻ വഴി കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതെവിടെയാണോ? എവിടെയോ ഒരു ആംബുലൻസ് വരുന്നുണ്ട്, പാവം, കഷ്ടമുണ്ട്. ഇവിടെ ഒരു ലൈൻ അടച്ചിട്ടിരിക്കുക കേട്ടോ. അതുകൊണ്ട് സംഭവം. ആംബുലൻസിന് പുറകെ പോകുന്നു. ഈ ചേട്ടൻ ആംബുലൻസിന്റെ പുറകെ കൂടെ കുത്തിക്കെട്ടിക്കൊണ്ട് പോയതാണ്. ചേട്ടനല്ല, വേട്ടാവിളി. അതവിടെ പോയി പെട്ടത്. കുത്തിക്കേറ്റിക്കൊണ്ട് പോകുന്ന എന്റെ പോലെ ആകെ 2 ട്രാക്കേ ഉള്ള, 2 ട്രാക്കേ നിൽക്കാതായി നടക്കണം. ബൈക്ക് കുത്തിക്കെട്ടിക്കൊണ്ട് പോകുന്നല്ല, ആംബുലൻസിന്റെ പുറകെ കുത്തിക്കെട്ടിക്കൊണ്ട് പോയതാ. വെച്ചു കൊടുത്ത് കൈ കാണിക്കുന്നേ. നമുക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് പോയാൽ തന്നെ ഒരു കണ്ടന്റ് അല്ല. ഒരു കാര്യമുണ്ട്, പുറകിൽ ആരെങ്കിലും നമ്മൾ ഓടിക്കുന്നതിന്റെ വീഡിയോ ഇതേപോലെ എടുക്കണം. അത് ഇതിനപ്പുറമായിരിക്കും. നമ്മളെല്ലാം കണക്ക് തന്നെ. അതെ. ടോൾ പ്ലാസ ആണ് കേട്ടോ, കോഴിക്കോട് ടോൾ പ്ലാസ. കോഴിക്കോട് ബ്ലോക്കാ. നമ്മൾ ഈ റോഡെല്ലാം ഉണ്ടാക്കിയിട്ട് ഈ ടൈം മൊത്തം, ഓടി വരുന്ന സമയം മൊത്തം ഈ ടോൾ പ്ലാസയിൽ ചെലവഴിക്കേണ്ടി വരും. അതാണ് സംഭവം. നമ്മുടെ ഫ്ലെക്സ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. മറ്റാരുണ്ട് LDF അല്ലാതെ എല്ലാ സംരംഭകരെയും ചേർത്ത് പിടിക്കാൻ. ഇവിടെ എങ്ങനെ ലൈനെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇവിടെ മൾട്ടിപ്പിൾ ലൈനുകളായിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നത്. അവിടെ അങ്ങോട്ട് വേറെ ലൈൻ ഉണ്ട് അവിടെ, ഇല്ലേ? ഉണ്ടാവില്ലേ? അവിടെ മുമ്പിൽ പോയിട്ട് എന്തോ ഒരു ടോൾ പ്ലാസ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു ഇവിടെ. പണ്ട് നമ്മുടെ മറ്റേ മണ്ണുത്തി ടോൾ പ്ലാസയിലായിരുന്നു ഇതുപോലെ ബ്ലോക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇവിടെയാണ് മൊത്തം ബ്ലോക്ക്. ടോൾ പ്ലാസയ്ക്കൊക്കെ ഭയങ്കര ഭംഗിയാണ് ഗൈസ്. നോക്കുന്നുണ്ട്, കേരള സ്റ്റൈലില് തനതായ ആർക്കിടെക്ചറിലൊക്കെയാണ് ടോൾ പ്ലാസ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ താഴെ വെച്ചിരിക്കുന്ന മെഷീനുകളൊന്നും മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. എല്ലാം ടച്ച് ചെയ്ത് കാണിച്ചൊക്കെ വിടണം. അങ്ങനെ എനിക്ക് വന്നേ. 6 വരി പാതയില് 5 ലൈനാണ് ആകെ ഉള്ള ടോൾ പ്ലാസ. കണ്ടില്ല, ഇവര് മുട്ടിച്ച് നോക്കിയൊക്കെയാ ടോളിന്റെ പൈസ ഒക്കെ എടുക്കുന്നത്. അതിനുവേണ്ടി ഇവര് മെഷീനൊക്കെ പിടിച്ചോണ്ട് ആൾക്കാർ നിപ്പുണ്ട് എല്ലാം നോക്കിയിട്ട്. കേരളത്തില് യാത്ര വേഗതയിൽ വേണം എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചുള്ള പുരോഗതി ഉണ്ടാകും. സ്പീഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ അനാവശ്യമായി കാലതാമസം നേരത്തെ ഉള്ള ഒരു വലിയ മാറ്റം ഇപ്പോൾ വന്നിട്ടാണ്. ട്രെയിൻ യാത്രക്കൊക്കെ വന്ദേ ഭാരത് വന്നപ്പോൾ വ്യത്യാസം മനസ്സിലായിരുന്നു. അപ്പോ നമുക്ക് മാറ്റം ആവശ്യമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് കേരളത്തില് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ
അരമണിക്കൂർ ഇടവിട്ട് ഒരു വന്ദേ ഭാരത് ഓടിച്ചാലും ഫുള്ളായിട്ട് പോകും. അതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഇപ്പോൾ ഇത്രയും നല്ല റോഡ് വന്നാൽ പോലും നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ എത്രയധികം സമയം വേണമെന്നുള്ള റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പം തന്നെ എനിക്ക് കൊച്ചിയിൽ നിന്ന് കണ്ണൂർ വരെ പോകണമെങ്കിൽ എനിക്ക് അതിവേഗം എത്താനായിട്ട് 300 കിലോമീറ്റർ, എത്ര കിലോമീറ്ററാണ് കൊച്ചിയിൽ നിന്ന് കണ്ണൂർ വരുന്നത്? എനിക്ക് തോന്നുന്നൊരു 350 കിലോമീറ്ററോളം വരുമെന്ന് തോന്നുന്നു. ഇത്രയും സമയം എനിക്കൊരു 7-8 മണിക്കൂറെങ്കിലും ഡ്രൈവ് ചെയ്യാതെ എത്താൻ പറ്റില്ല. ട്രെയിനിൽ പോകണമെങ്കിൽ വന്ദേ ഭാരതിനാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 4 മണിക്കൂറിൽ താഴെ എത്താൻ സാധിക്കും. പക്ഷേ ഇത് പോലും നമുക്ക് അതിലും ഫാസ്റ്റായിട്ട് എത്താൻ സാധിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു കണക്ടിവിറ്റി വർദ്ധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് റോഡ് കണക്ടിവിറ്റി. വന്ദേ ഭാരത് മാത്രം വന്നിട്ട് കാര്യമില്ല, റോഡ് കണക്ടിവിറ്റി എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. ഇപ്പോൾ 26-ാം വയസ്സിൽ ഈ പറഞ്ഞ പോലെ നിയമസഭയിൽ വന്ന ആളാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇത്രയും വർഷമായിട്ട്, അദ്ദേഹത്തിന് ഇപ്പോൾ 80 വയസ്സാവുന്നു, ഇത്രയും വർഷമായിട്ട് കണ്ണൂർ തിരുവനന്തപുരം ട്രിപ്പ് അടിക്കുന്ന ആൾക്കാരായിരിക്കും ഇവരെല്ലാം, അല്ലേ? അപ്പോൾ അവരിപ്പോഴാണ് കണ്ണൂരിൽ ഒരു എയർപോർട്ട് പോലും വന്നത്. അപ്പോൾ ഈ കണ്ണൂർ എയർപോർട്ട് വരുന്നതിന് മുമ്പ് ഇവരൊക്കെ എങ്ങനെയായിരിക്കും ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്? ട്രെയിനിലും ഈ പറഞ്ഞ പോലെ ബൈ റോഡ് വണ്ടിയിലും ഒക്കെ ആയിരിക്കും. ബസ്സിൽ പോകാൻ സാധ്യതയില്ല, ട്രെയിനിലായിരിക്കും കൂടുതൽ പോയിക്കൊണ്ടിരുന്നത്. ട്രെയിനിൽ മലബാർ എക്സ്പ്രസ് ഈ രാത്രി കയറി രാവിലെ കണ്ണൂരെത്തുള്ളൂ. ഒരു ഓവർനൈറ്റ് യാത്രയാണ്, അത് പാസഞ്ചറാണ്. എക്സ്പ്രസ് എന്ന് പറഞ്ഞാലും പാസഞ്ചറാണ്. ഇപ്പോഴും നമുക്ക് അതിവേഗമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങളെന്ന് പറയുന്നത് ഇപ്പോഴും ശരിക്കും വരുന്നതേ ഉള്ളൂ. ഇത്രയും വർഷമായിട്ടും ഇപ്പോഴും വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്തെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളികളെന്ന് പറയുന്നത്. കണക്ടിവിറ്റി കൂടി കഴിഞ്ഞാൽ എല്ലാം ബിസിനസിനും വരെ ബെനിഫിറ്റ് ആണ്. എവറിത്തിങ് വിൽ ഗ്രോ. ടൂറിസം ഗ്രോ ചെയ്യും, എല്ലാ സംഭവങ്ങളും ഗ്രോ ചെയ്യും. എന്തായാലും ഈ റോഡിന്റെ നിർമ്മാണം കഴിയുന്നതോടുകൂടി നമുക്കത് വളരെയധികം വ്യക്തമായ പ്രകടമായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ തന്നെ ഉണ്ടല്ലേ നമുക്ക് എത്ര സുഖമായിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ ചേമഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞൊരു അരമണിക്കൂറായിട്ട് കട്ട ബ്ലോക്കിൽ കിടന്ന് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരമായി കേസ്. ഇവിടെ ഭയങ്കര ബ്ലോക്ക്. ഇതുണ്ടോ? കുറച്ചും കൂടെ ഉണ്ട് ബ്ലോക്ക്, ഫുള്ള് ബ്ലോക്ക്. ഇവിടെ ബൈപ്പാസ് ചെയ്ത് പോകാൻ വേറെ വഴിയില്ല കേട്ടോ. ഇവിടെ വേറെ ഒരു വഴിയില്ല, ഫുള്ള് ബ്ലോക്കാ. ശരിക്കും നമുക്ക് 55 കിലോമീറ്ററേ ഉള്ളൂ തലശ്ശേരി വരെ. 2 മണിക്കൂറാണ് കാണിക്കുന്നത് 55 കിലോമീറ്റർ പോകാൻ. ശരിക്കും 1 മണിക്കൂർ വേണ്ട, 1 മണിക്കൂർ പോലും വേണ്ട. ഒരു 30-40 മിനിറ്റ്സ് കൊണ്ട് എത്തേണ്ട ദൂരം അത്. ഗൈസ്, ഇവിടെ മൊത്തം പെട്രോൾ പമ്പുകളാണ്. എല്ലാവരുടെയും ബ്രാഞ്ചാണ്. എല്ലാവരുടെയും ബ്രാഞ്ച് ഇവിടെ സൈഡിൽ തുടങ്ങിയിട്ടുണ്ട്. സർവീസ് റോഡിൽ പണ്ട് മറ്റേ ലിക്കർ ഷോപ്പായിരുന്നു തപ്പിക്കൊണ്ടിരുന്നത്. ഇപ്പൊ മൊത്തം പെട്രോൾ പമ്പുകളാണ്. ലിക്കർ ഷോപ്പിന്റെ ഔട്ട്ലെറ്റ് മിക്കവാറും തുടങ്ങും കേട്ടോ. ഇവിടെ തുടങ്ങാൻ സാധ്യതയുണ്ട്. മാഹിയിൽ വന്നു കഴിഞ്ഞാൽ ഡീസൽ അടിക്കണ്ടേ അല്ലേ? ഇപ്പം ഇവിടെ മാഹിയിലെ പെട്രോൾ പമ്പുകളുടെ ഒക്കെ ഔട്ട്ലെറ്റ് ഇവിടെ ഹൈവേയിൽ ഇപ്പം സൈഡിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പണി നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡീസൽ അടിക്കാം. ഡീസൽ അടിച്ചിട്ട് ചേട്ടാ അടുത്തവിടെ ബാറുള്ള അങ്ങനല്ലേ മാഹിയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനല്ലേ പരിപാടികൾ? ഡീസൽ അടിക്കുക. അല്ല അങ്ങനല്ലേ സാധാരണ ഇവിടെ കുറവാണല്ലേ? അങ്ങനെയൊക്കെയല്ലേ? എല്ലാത്തിനും കുറവാണെന്നാ പറയുന്നത്. യെസ്. അപ്പോൾ 11 രൂപ ഡീസലിന് റേറ്റ് കുറവാണ്. ഇവിടെ 84 രൂപയുള്ള 84 രൂപ. എത്ര വ്യത്യാസമല്ലേ? ഈ മാഹി പോലത്തെ ഒരു സാധനം നമുക്ക് എറണാകുളത്തിന് അടുത്ത് തുടങ്ങാനായിട്ട് നമുക്ക് മുഖ്യമന്ത്രി ചോദിച്ചാലോ? ഇടക്കിടക്ക് പോയി പെട്രോൾ അടിക്കാനും അതേപോലെ തന്നെ 2 ലിക്കർ വാങ്ങിക്കാനൊക്കെ നമുക്കും കുറച്ച് സ്ഥലം വേണ്ടി. അല്ലാതെ പിന്നെ ഇവിടെ കണ്ണൂരുകാർക്കും കോഴിക്കോടുകാർക്കും മാത്രം മതിയോ? നമുക്ക് നമ്മുടെ എന്താ പറയാ തെക്കൻ കേരളത്തിലുള്ള ആളുകൾക്ക് നമുക്ക് ഇതൊക്കെ വേണ്ടേ അല്ലേ? അതില്ലല്ലോ, അത് കുറയില്ലല്ലോ. ഇന്നലെ രാത്രി വന്ന് ഇവിടെ തലശ്ശേരിയിൽ ഒരു ചേട്ടന്റെ ഹോം സ്റ്റേയില് ഞങ്ങൾ വന്ന് താമസിച്ചു. എന്നിട്ട് രാവിലെ ഇപ്പൊ നമ്മള് ഷൂട്ടിനായിട്ട് പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. ചേട്ടാ ഞങ്ങൾ പോയിട്ടാമേ. യെസ്, താങ്ക് യു ചേട്ടാ. ചേട്ടാ പേരെന്തായിരുന്നു? സുരേഷ്. അഡ്വക്കേറ്റ് സുരേഷ്. ഒരു ഹലോ പറഞ്ഞു എന്റെ ക്യാമറയിൽ ഒരു ഹലോ. ചേട്ടനൊരു കട്ട കമ്മ്യൂണിസ്റ്റുകാരനും പിന്നെ പാർട്ടി പ്രവർത്തകനും പിന്നെ ഇവിടെ വിജിലൻസ് കോടതിയിൽ ജഡ്ജായിട്ടുണ്ടായിരുന്ന ഒരു ചേട്ടനാണ്. ചേട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇന്നലെ ഞങ്ങൾ കുറെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ബാക്കി നമ്മൾ വന്നിട്ട് സംസാരിക്കാം. ഞങ്ങൾ പോയിട്ട് വരട്ടെ. ഞങ്ങൾ ആക്ച്വലി ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്താണേ. അപ്പോൾ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചല്ല കേട്ടോ ഇത് ഇങ്ങനൊരു എന്താ പറയാ ഇതുപോലെ ഒരാളുടെ വീടായിരിക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല കേട്ടോ. അങ്ങനെ നമ്മളിപ്പോ കതിരൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കതിരൂർ എന്നൊക്കെ പറയുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലപ്പേരുകളാണ്. ഇവിടേക്ക് കേട്ടിട്ടുണ്ടല്ലോ കതിരൂർ. വാർത്തകളിലൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. കാരായി രാജൻ, സഖാവ് കാരായി രാജൻ. ശരിക്കും എന്താ പറയാ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. ഈ കണ്ണൂർ തലശ്ശേരി വീഡിയോ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഈ റിമോട്ട് ഗ്രാമങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നത് ആദ്യത്തെ ഒരു സമയമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഓരോ സ്ഥലപ്പേരുകൾ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കിനും ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ടുള്ള പേരുകളാണ് എന്നുള്ളത്. കായലോട്, തോട്ടുമ്മൽ,
CH കണാരൻ സ്മാരക റോഡ് ഫുൾ എല്ലായിടത്തും ബൊലീവിയൻസ് അതാരാ ഇത് കണ്ടാ എനിക്ക് അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മൊത്തത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ സംഭവങ്ങളും ലൈക്ക് എന്താ പറയാ, നമ്മൾ ഈ പാർട്ടി ഗ്രാമങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ വരുന്ന കുറെ ചിത്രങ്ങളൊക്കെ ഇല്ലേ, അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ സംഭവങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഒരു 5 കിലോമീറ്ററിൽ പിണറായി എത്തും. ഐ ലവ് CH നഗർ. വർഗീയത വെടിയുക, മനുഷ്യനാകുക. LDF അല്ലാതെ മറ്റാരുണ്ട്. പിന്നെ വികസനം തുടരും. തലശ്ശേരി, ഇത് തലശ്ശേരി മണ്ഡലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഇവിടെ കംപ്ലീറ്റ് അരുവാഴ്ചെത്തിക്കുക നോക്കി, വീടിന്റെ മതിലേലും അവിടെ ഇവിടെ പോസ്റ്റേലും പിന്നെ മൊത്തത്തില് അദാനിയുടെ കളറോ, അദാനിയുടെ കളർ വരെ ചുമപ്പ് കഴിച്ചു നോക്കൂ. അദാനി ACC എല്ലാം റെഡ് മയം കഴിച്ചു ഇവിടെ കംപ്ലീറ്റ്. അങ്ങനെ ഞങ്ങൾ പിണറായി ഗ്രാമപഞ്ചായത്തിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പൊ ഇത് ധർമ്മടം എന്ന മണ്ഡലമാണ്. അവിടെ നമുക്ക് തെങ്ങില് നമ്മുടെ പിണറായി വിജയൻ സഖാവിന്റെ പോസ്റ്റർ കാണാം. പിണറായി വിജയന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ പോസ്റ്ററൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പിണറായി എന്ന് പറഞ്ഞ ആ ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സഖാവ് പിണറായി വിജയന് വോട്ട് ചെയ്യുക. ഇവിടെ ചെകുവേര തൂങ്ങി കിടക്കുന്നവിടെ മേളില്. വാവ് ബ്രോ, എല്ലായിടത്തും പിണറായി വിജയൻ പറഞ്ഞത് ചെയ്യും, ചെയ്യുന്നത് തുടരും. അടിപൊളി. പിണറായി കായലോട് എല്ലായിടത്തും നമുക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം തൂങ്ങിക്കിടക്കുന്നത് കാണാം. സൗഹൃദ കാപ്പുമ്മൽ വീടിന് പകരം ഒരു നഗരമൊരുക്കിയ യഥാർത്ഥ കേരള സ്റ്റോറി. വികസന നായകന്റെ 3ാം വരവ്. LDF 3.0. ഇവിടെ ഒരു വലിയ ഫ്ലെക്സ് ഉണ്ട്. സഖാവ് പിണറായി വിജയനെ വിജയിപ്പിക്കുക. പിന്നെ അതെ, ഇതിപ്പോ എനിക്കൊന്ന് പാർട്ടി ഓഫീസ് അല്ലേ? അല്ലല്ല, സ്പോർട്സ് ക്ലബ്ബാണ്. സൗഹൃദ സ്പോർട്സ് ക്ലബ്ബ്. ഗൈസ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് പിണറായി എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക്. ഞാൻ ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ കംപ്ലീറ്റ് നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞൊരു 5-10 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ പിണറായി വിജയൻ സഖാവിന്റെ ഫ്ലെക്സുകളും തോരണങ്ങളും മാത്രമേ ഉള്ളൂ. വേറൊരു പാർട്ടിയുടെ ഒരു പോസ്റ്റർ നമ്മളിവിടെ കണ്ടില്ല ഗൈസ്. അത് കോൺഗ്രസിന്റെ പോസ്റ്ററോ BJPയുടെ പോസ്റ്ററോ ഒന്നും നമ്മളിവിടെ കണ്ടില്ല. ഇവിടെ LDF ധർമ്മടം മണ്ഡലം LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുണ്ട്. അതിന് മുൻപിലായിട്ട് ശ്രീ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി മണ്ഡലം ഓഫീസ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ കാണുന്ന കൺവെൻഷൻ സെന്റർ ഉണ്ട്. ഇത് പിണറായി കൺവെൻഷൻ സെന്റർ ആണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഷൂട്ട്. അപ്പോൾ ഇത് പിണറായി കൺവെൻഷൻ സെന്റർ. അവിടെ നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി റെഡിയാക്കുകയാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ. സാധാരണ നമ്മൾ TV ചാനലുകളിലും ബാക്കിയുള്ള പല സംഭവങ്ങളും നമ്മൾ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഇന്റർവ്യൂ കണ്ടു. അപ്പോൾ ഇതൊരു ഇന്റർവ്യൂ പാറ്റേൺ അല്ല, അതൊരു പോഡ്കാസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ വ്യക്തമായിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ വ്യത്യസ്തമായിട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. എന്താവുന്നൊന്നും അറിയത്തില്ല. നിങ്ങൾ കണ്ടു കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് മൊത്തത്തിൽ. ഇതൊരു ഓഡിറ്റോറിയമാണ് പിണറായി കൺവെൻഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേജിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സെറ്റ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇതല്ല, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും. ഇവിടെയാണ് നമ്മുടെ സെറ്റ്. അപ്പോൾ ഓൾ സെറ്റ് റെഡി, എവറിത്തിങ് റെഡി, എല്ലാം റെഡിയാക്കി നമ്മളിവിടെ ഫ്രെയിമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ സംഭവങ്ങളും റെഡിയാണ്. ലൈറ്റ്, ക്യാമറ, പിന്നെ സൗണ്ട്, എല്ലാ സംഭവങ്ങളും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 3 ക്യാമറയുണ്ട് മൊത്തത്തിൽ. 3 ക്യാമറ, അങ്ങനെയുള്ള പരിപാടികൾ. CM ഇപ്പത്തും. CM ഓൺ ടൈം ആയിരിക്കും. ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ എനി ടൈം തുടങ്ങാനുള്ള തയ്യാറെടുപ്പ് റെഡിയായിരിക്കുകയാണ്. സോ അവർ പോഡ്കാസ്റ്റ് ടീം ഈസ് റെഡി ഗൈസ്. എങ്ങനെയാണ് നമ്മുടെ ഫ്രെയിം ഇങ്ങനെ. യെസ്, ലൈറ്റ്സ് ഓൺ. അങ്ങനെ ശ്രീ പിണറായി വിജയൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു മാധ്യമപ്രവർത്തനല്ല, ഞാനൊരു സാധാരണ പൗരൻ. അങ്ങനെ കണ്ടാൽ മതി. സാധാരണ ഒരാളോട് ഇരുന്ന് സംസാരിക്കുന്നത് എന്നോട് സംസാരിച്ചാൽ മതി. അതായത് ഒരു ഉത്തരം അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ നമുക്ക് വേണ്ട. താങ്കൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അതും ചോദിക്കാം. അങ്ങനെ നമുക്ക് സംസാരിക്കാം. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കംഫർട്ടബിൾ ടോക്ക്, വളരെ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു സംഭാഷണമായിട്ട് കരുതിയാൽ മതി. കുറച്ച് നർമ്മമൊക്കെ ആവാം, ഒരു തമാശയൊക്കെ ആവാം. സോഷ്യൽ മീഡിയയിലാണല്ലോ പോകുന്നത്. അപ്പം ആ ഒരു രീതിയിൽ കുറച്ച് നർമ്മമൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു രീതിയിൽ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു സംസാരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്റെ പ്രോഗ്രാമിന്റെ പേര് ചാറ്റ് വിത്ത് ഭക്തൻ എന്നാണ്. എന്റെ പേര് സുജിത്ത് ഭക്തൻ എന്നാണ്. ചാറ്റ് വിത്ത് ഭക്തൻ എന്നാണ് എന്റെ പേര്. സാറ് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ധാരാളം ഇന്റർവ്യൂകൾ കൊടുക്കുന്നത് കണ്ടു. TV ചാനലുകളിലൊക്കെ സാറിന്റെ ഇന്റർവ്യൂ ആണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്നു, സാർ ഉത്തരങ്ങൾ പറയുന്നു. അങ്ങനത്തെ ഒരു വളരെ ഗൗരവപരമായിട്ടുള്ള വളരെ ഗൗരവമേറിയ ഇന്റർവ്യൂസ് ആണ് TV ചാനലുകളിലൊക്കെ കണ്ടത്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റി നമുക്ക് കുറച്ച് കാഷ്വൽ ടോക്കുകളും കുറച്ച് നല്ല സംഭാഷണങ്ങളൊക്കെ ആയാലോ. ഈ ഒരു പോഡ്കാസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് ഇങ്ങനത്തെ ഒരു മൈക്കും സെറ്റപ്പ് ഒക്കെ. നമ്മൾ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ 2 വ്യക്തികൾ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സംഭവം. ഒരു ഇന്റർവ്യൂ പാറ്റേണിൽ പോകുന്നത് പലപ്പോഴും
സ്വാഭാവികമാണ്. പക്ഷെ എന്നിരുന്നാലും രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ഇരുന്ന് സംസാരിക്കുക എന്നുള്ളതാണ് പോഡ്കാസ്റ്റിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ബീച്ചുകളുടെ കാര്യം, നമുക്ക് ബീച്ചുകളൊന്നുമില്ല, നമ്മളത് നല്ല രീതിയിൽ വികസിപ്പിക്കുന്ന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രിയാവുകയാണെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവായിട്ട് ആര് വരണമെന്നാണ്? നമ്മള് ഇരിക്കുന്ന രീതിയിലല്ല കാര്യം. ഓക്കെ, ഞാൻ ഇത്രേ ഉള്ളൂ. ഞാൻ പറയും എനിക്കൊരു പോഡ്കാസ്റ്റ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണക്ക് പുറത്തെന്ന് പറയുമെന്ന് ചോദിക്കും. പിന്നെ സാറ് പറയാ കണക്ക് പുറത്തൊക്കെ പണ്ടല്ലേ, ഇപ്പൊ കേറി വാടാ മക്കളെ ഏട്ടാ നീ നമുക്ക് ചെയ്യാന്ന് പറയാം. ഇത്ര മതി, സിമ്പിൾ. പറയാൻ പറ്റുമോ? വയറിനാവും. ഒറ്റട ഇവിടെ പറഞ്ഞാൽ മതി. ഒറ്റടല്ല, കണക്ക് പുറത്തൊക്കെ പണ്ടല്ലേ, നീ കേറി വാടാ, അല്ല ഇപ്പൊ കേറി വാടാ മക്കളെയാണ് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ മതി. പറയാം. ഓക്കെ, ശരി. ട്രോളിംഗ് അല്ലേ? ട്രോളിംഗ്. നമസ്കാരം, ഞാൻ സുജിത്ത് ഭക്തൻ. എനിക്ക് ചാറ്റ് വിത്ത് ഭക്തൻ എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. എനിക്ക് താങ്കളുമായിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു പേടിയുണ്ട്, കണക്ക് പുറത്തുനിന്ന് പറയുമോ എന്നുള്ളതാണ് എന്റെ പേര്. ആ പേടി മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഗോഡ് ഫാദർ പറഞ്ഞ കാര്യമാണ്, നീതി വാടാ മക്കളെ. ഓ, അടിപൊളി. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് തുടങ്ങാം. യൂട്യൂബിൽ കാണാം നമ്മുടെ പോഡ്കാസ്റ്റ്. അങ്ങനെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. ഗംഭീര ഷൂട്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പൊളിച്ചില്ലേ? അങ്ങനെ നമ്മള് പിണറായി എന്ന പാർട്ടി ഗ്രാമത്തിൽ നിന്ന് നമ്മൾ പൊറോട്ടയും ബീഫ് കിട്ടിയില്ല കേസ്. ഇവിടെ CM-ന്റെ ഈ വർഷം എടുത്ത പോഡ്കാസ്റ്റിന് ഏറ്റവും നല്ലതായിരിക്കും. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷ, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ നമ്മള് പല ആഗ്രഹിച്ച സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടി, അതാണ് ഏറ്റവും വലിയ വിജയം അല്ലേ? അതാണ്, നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടി. കുറച്ച് ടൈമേ കിട്ടിയുള്ളൂ, പക്ഷെ അടിപൊളിയായിട്ടെല്ലാം കിട്ടി. ഒരു അരമണിക്കൂർ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പത്തെ ട്രെൻഡി മ്യൂസിക് ഒക്കെ ഇട്ട് റീൽസ് എടുക്കായിരുന്നു. ഇവിടെ പാചകവാദ ക്ഷാമം രൂക്ഷമായതുകൊണ്ട് ബീഫ് ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങള് പൊറോട്ടയും ചിക്കൻ കറിയും ഫിഷ് കറിയും ആക്കി കുറച്ചു. ഞങ്ങൾ CM-നെ കാണാൻ വന്നാ. നിങ്ങളുടെ എന്താണ് നിങ്ങൾ പിണറായിക്കാരുടെ പ്രതീക്ഷ അടുത്ത തെരഞ്ഞെടുപ്പ്? 101%. അടുത്ത ചേട്ടൻ പറ. ആ, അത് തന്നെ. അടുത്ത ഉറപ്പിച്ച് ഞാനത് ഇവരോട് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, കാണാൻ തോന്നുന്നല്ലോ. കുറച്ച് അങ്ങോട്ട് പോയിട്ട് നിങ്ങൾ നോക്കിയാൽ നമ്മളെ പാലങ്ങളിലെല്ലാം വികസനമാണ്. ഓക്കെ, 101%. ഉറപ്പല്ലേ? അപ്പൊ ശരി, താങ്ക് യു. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. ഓക്കെ, ബൈ ബൈ. സോ ഗൈസ്, എങ്ങനെ ഉണ്ടായത് നമ്മളെ പരിപാടി? അത് പോട്ടെ. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ പോഡ്കാസ്റ്റ് ഓൾറെഡി നിങ്ങൾ കണ്ടു കാണുമല്ലോ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓൾറെഡി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കമന്റ് ചെയ്യുക. നമ്മുടെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ച് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞു. അപ്പോൾ രാത്രിയാകുമ്പോൾ നമ്മൾ എത്താനായിട്ട് 3 മണിയായി. രാത്രി നമ്മൾ എത്താനായിട്ട് ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ വന്ന വഴിയിലൂടെ എല്ലാം നമുക്ക് ഡ്രൈവ് ചെയ്ത് എറണാകുളത്തേക്ക് പോകേണ്ട പരിപാടിയുണ്ട്. എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ എനിക്ക് ഭയങ്കര ഭയമൊക്കെ ആയിരുന്നു. ശരിക്കും കണക്ക് പുറത്ത് എന്ന് പറയുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷെ ഇല്ല, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഒഫൻസീവ് ആവണമെന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഒഫൻസീവ് ആവുമെന്നൊക്കെ ഞാൻ പേടിച്ചിരുന്നു. പക്ഷെ CM വാസ് വെരി ഫ്രണ്ട്ലി. എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ അതിൽ സംഭവം അവസാനം പറഞ്ഞു നമുക്ക് ഒന്നുകൂടി ഇരിക്കണം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞു. അതെ, പിന്നെ തീർച്ചയായും ഇപ്പം എന്താ പറയാ, ഇനിയിപ്പം മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ വീണ്ടും പിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് പരിപാടി. ഇനിയും കുറച്ച് പോഡ്കാസ്റ്റുകൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളും മറ്റുമൊക്കെ ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണ് പരിപാടി. നിങ്ങൾക്കൊക്കെ ഒന്ന് കോഴിക്കോട് എന്ത് സുഖമല്ലേ? കോഴിക്കോട് നിന്ന് 1 മണിക്കൂർ കൊണ്ട് ഫാസിൽ ബ്രോന്റെ വീട്ടിലെത്തും, പൊന്നാനിയിൽ. ഗൈസ്, ഇവിടെ വണ്ടിക്കകത്ത് ചക്ക കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫാസിൽ ബ്രോന്റെ വീട്ടിൽ വന്ന് ഫാസിൽ ബ്രോന്റെ വീട്ടിൽ നിന്ന് ചക്ക, 1 ലോഡ് ചക്ക, പിന്നെ ഇവിടെ ഈ തെങ്ങിലുണ്ടായിരുന്ന മാവിലുണ്ടായിരുന്ന മാങ്ങ, അങ്ങനെ 1 ലോഡ് സാധനങ്ങളായിട്ട് വണ്ടിക്കകത്ത് കയറി പോവാണ്. എന്തായാലും ഫാസിൽ ബ്രോ, ചക്കയും മാങ്ങയും തേങ്ങയും കൂടെ ആവായിരുന്നു. അതിന്റെ ഒരു കുറവും കൂടെ ഉണ്ട്. എനിക്ക് വയ്യ നോക്ക എന്തൊരു ഇത്. ഇത് ഞങ്ങളുടെ ഫ്ലാറ്റിലുള്ള എല്ലാവർക്കും കൊണ്ട് സപ്ലൈ ആണെന്ന് തോന്നുന്നു. പിന്നെ അത് കൊള്ളാലോ. ആണോ? റെഡ് കളറാണ്, സൂപ്പർ. തേൻ വരിക്കയാ? പൊളിച്ച്. ഇനി എന്താ വേണ്ട? ഗംഭീരം. മാങ്ങ. നോക്ക്, മാങ്ങ നോക്ക്, തുറന്നേ കാണിച്ചേ. പൊളി സാധനം. അച്ചാർ ഉണ്ടാക്കാനുള്ള മാങ്ങ എന്ന് പറയും. ഇത് ഞാൻ കച്ചവടത്തിന് കൊണ്ടുപോവാണോ? എനിക്കറിയത്തില്ല, ഞാനിതെല്ലാം കൂടെ അച്ചാർ
ഇത് അണ്ടെണ്ണ എടുക്കാൻ പറഞ്ഞിട്ട് 2 മാങ്ങ എടുക്കാൻ പറഞ്ഞിട്ട് ഒരു ചാക്ക് നിറച്ച് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രോ. അപ്പോ ഷെഡറിപ്പോ താങ്കു ആ മാങ്ങയുടെ മണ വണ്ടിക്കകത്ത് മൊത്തം. അപ്പൊ ശരി.